തിരുവനന്തപുരം കണിയാപുരത്ത് ക്ഷേത്രത്തിലും വീട്ടിലും കവർച്ച. കണ്ടൽ ഭഗവതി ക്ഷേത്രത്തിലും കണിയാപുരം സ്വദേശി മധുസൂദനൻ നായരുടെ വീട്ടിലും മോഷണം നടന്നു. മംഗലപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഗേറ്റ് വെളിയിൽ നിന്ന് പൂട്ടിക്കുന്നത് കൊണ്ട് അവർക്കകത്ത് കയറാനും പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ ഗേറ്റ് തുറന്ന് പോലീസുകാരൊപ്പം പുറകിലത്തെ ഗേറ്റ് വഴി പുറകിൽ അടുക്കള വഴി നോക്കിയപ്പോൾ അവിടെ പൊളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവരിവിടുന്ന് നോക്കിയപ്പോൾ ഒറ്റ ദൃഷ്ടിയിൽ നോക്കിയപ്പോൾ വാതിലും വേറെ പൊളിഞ്ഞതായിട്ടൊന്നും കണ്ടില്ല. എന്നാൽ ഞങ്ങൾ കയറി ചാവിട്ട് ഇടാനായിട്ട് നോക്കിയപ്പോൾ ഡോറ് തുറന്ന് അടച്ചു വെച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അകത്ത് കയറി നോക്കിയപ്പോഴാണ് സാധനങ്ങളെല്ലാം വലിച്ച് പുറത്തിട്ട് ആ ഒരു ദൃശ്യം നമ്മൾ കണ്ടത്. പിന്നെ പോലീസുകാരും ബാക്കി കാര്യങ്ങൾ. ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, കള്ളനെ കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചോ പോലീസിന്? കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പും കഴക്കൂട്ടത്ത് 2 ഇടങ്ങളിലായിട്ട് മോഷണം നടന്നിരുന്നു. ഇവിടെ മോഷണം നടത്തിയ അതേ സംഘം തന്നെയാണ് കണിയാപുരത്ത് ഒരു വീട്ടിലും ക്ഷേത്രത്തിലും മോഷണം നടത്തിയത് എന്നുള്ള നിഗമനത്തിലാണ് കഴക്കൂട്ടം മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ. പ്രതികൾക്ക് വേണ്ടിയുള്ള മോഷ്ടാക്കൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ്